നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഗ്രോ ആപ്ലിക്കേഷനിൽ ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെ അനായാസമായിട്ട് നമുക്ക് വെറും 5 മിനിറ്റും കൊണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ സൗജന്യമായിട്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഗ്രോ ആപ്ലിക്കേഷനെ കുറിച്ച് പറയുവാണെങ്കിൽ നല്ല ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗ്രോ ആപ്ലിക്കേഷൻ. അപ്പം ഈ ഒരു ഗ്രോ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് പ്രൊവൈഡ് ചെയ്യുന്നു. ഒപ്പം തന്നെ ഏതൊരു തുടക്കക്കാരനും വളരെ അനായാസമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പാകത്തിനാണ് ഇവർ ഈ ആപ്ലിക്കേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ആ ഡോക്യുമെൻറ്റ്സ് ഒന്ന് നിങ്ങൾ എടുത്തു വെക്കുക, അല്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകുമ്പോഴത്തേനും ഓരോ പേജസും സിമ്പിളായിട്ട് ഫില്ല് ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സിൽ വരുന്നതാണ്, ഒന്നാമത്തെ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടായിരിക്കണം, ഒരു മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ പാൻ കാർഡ് നമ്പർ അറിഞ്ഞിരിക്കണം, അക്കൗണ്ട് നമ്പർ അറിഞ്ഞിരിക്കണം, ഒപ്പം തന്നെ ആ അക്കൗണ്ട് നമ്പറുള്ള ബ്രാഞ്ചിൻ്റെ പേര് IFSC കോഡും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് നമ്പർ ആയിരിക്കും നമ്മൾ നമ്മുടെ ഗ്രോ ആപ്ലിക്കേഷനുമായിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ആധാർ കാർഡ് നമ്പർ അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പറും അറിഞ്ഞിരിക്കണം, ഒപ്പം നിങ്ങളുടെ കയ്യിലും ഉണ്ടായിരിക്കണം. അതിൻ്റെ അകത്തോട്ട് OTP വരുന്നതായിരിക്കും, അത് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഗ്രോ ആപ്ലിക്കേഷനിൽ സൗജന്യമായിട്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഒറിജിനൽ ഗ്രോ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ലഭിക്കും. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോ സ്റ്റോക്സ് ആൻഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനൊരു ആപ്ലിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പം അവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടും. അവിടെ പോയി ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇൻസ്റ്റാൾ ആകുന്നതായിരിക്കും. അപ്പോൾ ഇൻസ്റ്റാൾ ആയതിനു ശേഷം നിങ്ങൾക്ക് ഓപ്പൺ എന്നേ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ ഗ്രോ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കും സിമ്പിൾ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു പേജാണ് നമുക്ക് അത് ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേനും കിട്ടുന്നത്. അപ്പോൾ ഇവിടെ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട്, അതുപോലെ തന്നെ കണ്ടിന്യൂ വിത്ത് അതർ ഇമെയിൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട്. നമുക്കിവിടെ കണ്ടിന്യൂ വിത്ത് അതർ ഇമെയിൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് മുമ്പോട്ട് പോകാം. അപ്പോൾ ഈ ഒരു പേജ് കഴിയുമ്പോഴത്തേന് നെക്സ്റ്റ് പേജായിട്ട് ഇവിടെ നമുക്ക് ഇമെയിൽ ID ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇമെയിൽ ID നിങ്ങളുടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇമെയിൽ IDയിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ഇവിടെ OTP വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു OTP ഇങ്ങോട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ ഇമെയിൽ ID എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഇമെയിൽ ID വെരിഫൈ ആകുന്നതായിരിക്കും. അതിനുശേഷം ഇവിടെ സെറ്റ് പാസ്വേഡ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പം 8നും 32നും ഇടയ്ക്കുള്ള ഡിജിറ്റ്സും ആൽഫബറ്റ്സും സ്പെഷ്യൽ ക്യാരക്ടറും എല്ലാം കൂടെ അടങ്ങിയ ഒരു പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ ഒരു പാസ്വേഡ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, മറന്നു പോകാതിരിക്കുക. നമുക്ക് മുമ്പോട്ട് പോകുമ്പോഴത്തേനും ആ ഒരു പാസ്വേഡിൻ്റെ ആവശ്യം വരും. അപ്പം ഇവിടെ ഇത്രയും ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നെക്സ്റ്റ് പേജിൽ ഇവിടെ മൊബൈൽ നമ്പർ ചോദിക്കും, അവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെൻഡ് OTP എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTPയും കൂടെ എൻ്റർ ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറും വെരിഫൈ ആകുന്നതായിരിക്കും. അതിനുശേഷം ഇവിടെ പാൻ കാർഡ് നമ്പർ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ തെറ്റാതെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ട് എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് പേജിൽ ഇവിടെ നമ്മുടെ പാൻ കാർഡ് നമ്പർ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കൺഫേം ഐ ആം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പേര് കാണാൻ സാധിക്കും. അപ്പോൾ അത് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു കൺഫേം ഐ ആം എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. ഇവിടെ ജെൻഡർ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അപ്പോൾ ഇവിടുന്ന് നമ്മുടെ ജെൻഡർ മെയിൽ ആണെങ്കിൽ മെയിൽ സെലക്ട് ചെയ്യാം, ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ മരിറ്റൽ സ്റ്റാറ്റസ് ചോദിക്കുന്നുണ്ട്, ഇൻകം ചോദിക്കുന്നുണ്ട്, ഒക്കുപേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏതാണോ ഓരോ നമ്മുടെ അനുയോജ്യമായത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ ട്രേഡിംഗ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നോ എക്സ്പീരിയൻസ് എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കാം. 1-2 വർഷമായിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ 2 ഇയേഴ്സ് വേണമെങ്കിൽ 2 ഇയേഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. വളരെ സിമ്പിളാണ്, ആർക്ക് വേണമെങ്കിലും ഓപ്പൺ ആക്കാൻ സാധിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. ഇനി നിങ്ങളുടെ ഡീറ്റെയിൽസ് റിക്വേർഡ് ഫോർ ടു ഫിനിഷ് KYC. ഇപ്പോൾ നിങ്ങളുടെ അമ്മയുടെ പേര് ചോദിക്കുന്നുണ്ട്, ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അച്ഛൻ്റെ പേര് ചോദിക്കുന്നുണ്ട്, അതും എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് പേജിൽ ഇവിടെ ചൂസ് യുവർ ബാങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പം ഇവിടെ നമുക്ക് നിങ്ങളുടെ ഏതാണോ ബാങ്ക്, ഇവിടെ സ്റ്റേറ്റ് ബാങ്ക്, ICICI, HDFC, ആക്സിസ് ബാങ്ക് എന്ന് പറഞ്ഞ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നിങ്ങളുടെ ഏത് ബാങ്കാണോ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എൻ്റെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്, ഞാനിത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് വീണ്ടും ഇവിടെ ഒരു സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രാഞ്ചിൻ്റെ പേര്, അതുപോലെ തന്നെ IFSC കോഡ്, ഈ 2 കാര്യങ്ങളാണ് അടിച്ചു കൊടുക്കേണ്ടത്. സ്ഥലത്തിൻ്റെ പേര്, അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര്, അതുപോലെ തന്നെ IFSC കോഡും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇവിടെ തന്നെ താഴെ നിങ്ങളുടെ ബാങ്ക്, നിങ്ങളുടെ അക്കൗണ്ടുള്ള ബാങ്ക് ബ്രാഞ്ച് കാണാൻ സാധിക്കും. ആ ഒരു ബ്രാഞ്ചാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ അക്കൗണ്ടുള്ള
ബാങ്ക് ബ്രാഞ്ച് സെലക്ട് ചെയ്യാൻ നോക്കുക. അപ്പം ഇവിടെ ബ്രാഞ്ച് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും നെക്സ്റ്റ് പേജിൽ നിങ്ങൾക്ക് ബ്രാഞ്ച് നെയിം, അതുപോലെ തന്നെ IFSC കോഡ്, അതുപോലെ തന്നെ നിങ്ങളുടെ പേര്, ഇത്രയും കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങളുടെ അക്കൗണ്ട് നമ്പറാണ് ഇവിടെ ഇനി എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇവിടെ കൃത്യമായിട്ട് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ ബാങ്ക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം വെരിഫൈ ബാങ്ക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് എടുത്ത് കഴിയുമ്പോഴത്തേനും ഒരു 20 സെക്കൻഡ് ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ ഇങ്ങനെ പ്രോസസ്സ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ പ്രോസസ്സ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പം ഇവിടെ പ്രൊസീഡ് ഫോർ KYC എന്ന ഓപ്ഷൻ കിട്ടും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഒരു എഗ്രിമെൻറ്റ് ചോദിക്കുന്നുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ ഡിജി ലോക്കറിൽ നിന്ന് ഗ്രോ ആപ്ലിക്കേഷനിലേക്ക് നമ്മുടെ ഡിജിറ്റലായിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പെർമിഷനാണ് ഇവർ ചോദിക്കുന്നത്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒതൻറ്റിക്കേറ്റ് ആധാർ എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നെക്സ്റ്റ് പേജിൽ നിങ്ങളുടെ ആധാർ നമ്പർ ചോദിക്കുന്നുണ്ട്. ഇവിടെ ആധാർ കാർഡിലെ നമ്പർ കൃത്യമായിട്ട് തെറ്റാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ ഒരു OTP വരും. ആ ഒരു OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് പേജിൽ ഇവർ പെർമിഷൻ ചോദിക്കുന്നുണ്ട്, അതൊന്ന് അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഒരു ഫോട്ടോ ഇവിടെ നമുക്ക് ഒരു ഫ്രണ്ട് ക്യാമറ വെച്ച് ഒരു സെൽഫി, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചമുള്ളിടത്ത് നിന്ന് തൊപ്പിയും സൺഗ്ലാസൊക്കെ വെക്കാതെ തന്നെ കൃത്യമായിട്ട് മുഖം തെളിഞ്ഞു വരുന്ന രീതിയിൽ ഒരു സെൽഫി എടുക്കുക. അപ്പോൾ ഇവിടെ ക്യാമറ എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേനും നിങ്ങളുടെ ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ആകുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് ഫോട്ടോ എടുക്കുക. അതിനുശേഷം അത് സക്സസ്ഫുൾ ആയതിനു ശേഷം നെക്സ്റ്റ് പേജിൽ സിഗ്നേച്ചർ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു പേജാണ് വരുന്നത്. അവിടെ പ്രൊസീഡ് ടു സിഗ്നേച്ചർ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് പേജിൽ നമുക്കിങ്ങനെ ഒരു ബ്ലാങ്ക് പേജ് വരും. അവിടെ നമുക്ക് നമ്മുടെ സിഗ്നേച്ചർ എന്താണോ ഇവിടെ ഇട്ട് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഈ സിഗ്നേച്ചർ ഇടുമ്പം എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ റീസെറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഇത് കംപ്ലീറ്റ് ആയിട്ട് മായ്ച്ചതിന് ശേഷം വീണ്ടും ഇവിടെ കൃത്യമായിട്ട് ഇട്ടതിന് ശേഷം ഇവിടെ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങളോട് നോമിനി ആഡ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്നുകിൽ സ്കിപ്പ് ചെയ്ത് മുമ്പോട്ട് പോകാം, അല്ലെങ്കിൽ പ്രൊസീഡ് ചെയ്ത് നോമിനിയുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. അപ്പം യെസ് പ്രൊസീഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നോമിനിയുടെ ഡീറ്റെയിൽസ് ഫുള്ള് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നോമിനിയുടെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതല്ല സ്കിപ്പ് എന്ന ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഈ സ്കിപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ഒരു പേജിലേക്ക് വരും. അതുപോലെ തന്നെ ഈ ഒരു ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിന് ശേഷം ഈ ഒരു പേജിലേക്കാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ പ്രൊസീഡ് ടു ആധാർ സൈൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് പേജിൽ ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ടു സൈൻ എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം നമ്മൾ ഇതുവരെ ഫില്ല് ചെയ്ത ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം അവിടെ PDF ആയിട്ട് വരുന്നതായിരിക്കും. ഒരു PDF ആയിട്ട് അത് നമ്മൾ സൈൻ ഇൻ ചെയ്യാൻ പോവുകയാണ്, സൈൻ ചെയ്യാൻ പോവുകയാണ്. അതായത് ഡിജിറ്റലി സൈൻ ചെയ്യാൻ പോവുകയാണ്, ഇലക്ട്രോണിക് സൈൻ ചെയ്യാൻ പോവുകയാണ്. അപ്പം അതിന് സൈൻ നൗ എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. സെൻഡ് OTP എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പറിൽ ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ OTP എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ സൈൻഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിങ്ങനെ ഒരു ടിക്ക് മാർക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം സക്സസ്ഫുള്ളായിട്ട് നമ്മുടെ ഗ്രോ ആപ്ലിക്കേഷനിലേക്ക് നമ്മുടെ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം സക്സസ്ഫുള്ളായിട്ട് നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്, ഇലക്ട്രോണിക് സൈൻ ചെയ്തിട്ടുണ്ട്, ഡിജിറ്റൽ സിഗ്നേച്ചർ നമ്മൾ ചെയ്ത് ഫോം സക്സസ്ഫുള്ളായിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കൺഗ്രാജുലേഷൻ യു ക്യാൻ സ്റ്റാർട്ട് ഇൻവെസ്റ്റ് നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതായത് സക്സസ്ഫുള്ളായിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ്പ്ലോർ എന്ന ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ആഡ് മണി എന്ന് പറഞ്ഞ 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ആഡ് മണി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഗ്രോ ആപ്ലിക്കേഷൻ്റെ അക്കൗണ്ടിലേക്ക് നമുക്ക് എമൗണ്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ എക്സ്പ്ലോർ എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുന്നതായിരിക്കും. അപ്പോൾ ഈ കാണുന്നതായിരിക്കും നമ്മുടെ ഹോം പേജ് ആപ്ലിക്കേഷൻ്റെ. അപ്പം ഈ ഒരു ഹോം പേജിൽ നമുക്ക് മാർക്കറ്റ് ഇൻഡീസസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് സ്റ്റോക്ക് ഇൻട്രാഡേ സ്റ്റോക്സ്, അതുപോലെ തന്നെ ടോപ്പ് ഗെയിനേഴ്സ്, ടോപ്പ് ലോസേഴ്സ്, അങ്ങനെ സ്റ്റോക്ക് ന്യൂസസ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഓരോ സ്റ്റോക്കുകൾ, പേര്, അതുപോലെ തന്നെ ചാർട്ട്, പ്രൈസ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു അക്കൗണ്ട് ആക്ടിവേറ്റ് ആകുന്നതിന് വേണ്ടി നമുക്ക് ഏകദേശം 24 തൊട്ട് 48 മണിക്കൂർ വരെയാണ് ഇവർ സമയം പറയുന്നത്. അപ്പം അത്രയും കൂടെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 24-48 മണിക്കൂറിനുള്ളിൽ ഇത് സക്സസ്ഫുള്ളായിട്ട് ഇത് ആക്ടിവേറ്റ് ആകുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകളോ അല്ലെങ്കിൽ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകളോ ട്രേഡിങ്സോ ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത്
നിങ്ങൾക്ക് ശരിയായ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് പോയി അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.